ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ സമയം നമ്മളെല്ലാവരുടെയും 7:20 നമ്മൾ എവിടെയെങ്കിലും പോകുന്ന എല്ലാ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് എവിടെയാണെന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പം. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിലല്ല പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് കുഞ്ഞൂസിൽ പോകുന്നത്? ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞൂസ് ട്രെയിനിൽ പോയിനി, പക്ഷെ ഓന് ഓർമ്മയില്ലേലും. ഞാൻ 2 മാസം മുമ്പ് ട്രെയിനിൽ പോയതത്. എനക്ക് പിന്നെ അതിൽ ഇതൊന്നുമില്ല. നീ 3 വട്ടം പോയിനി. കുഞ്ഞൂസ് പക്ഷെ കുറേ പ്രാവശ്യം ട്രെയിനിൽ പോയിനി, പക്ഷെ അതൊന്നും ഓന് ഓർമ്മയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിനിലിടാം. സ്റ്റേഷനിലൊരു ട്രെയിനിനെ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പം രാവിലെ 8:04 എറണാട് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. പക്ഷേ സമയം ഇപ്പോൾ 8:14 ട്രെയിൻ ലേറ്റ് ആവുന്ന കേട്ടോ. വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. നമ്മൾ ട്രെയിൻ കയറി. ഇതുണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് ഇതിൽ കയറുന്നത്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കയറുന്നത്. ഞാൻ സാധാരണ കയറിയതും ഇങ്ങനെ സ്ലീപ്പർ, അതായത് അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നോക്ക്, ഫുള്ള് അങ്ങോട്ടേക്ക് തിരിഞ്ഞു. പക്ഷെ ഞാൻ നോക്ക് ബാക്കിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് D3-ലെ ശരിക്കും പറഞ്ഞാൽ D3-ലെ സീറ്റ് നമ്പർ 100-ഉം 106 ആണ്. പിന്നെ D4-ലെ 107. കുഞ്ഞൂസിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടോ. അപ്പം അല്ല, പിന്നെ സീറ്റ് കിട്ടിയിട്ട് അവനും ഇവിടെ പോയിട്ട് ജനറലിൽ കയറാൻ വേണ്ടിയിട്ട് ഓന് ടിക്കറ്റ് എടുത്തിനി. അപ്പം ഇപ്പം നമ്മളാരുമില്ല D3-ലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന അമ്മേൻ്റെ സീറ്റിലാണ്. എൻ്റെ സീറ്റാണ് D4-ലെ 107. അപ്പം അച്ഛൻ അതങ്ങോട്ടേക്ക് നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിലേക്കാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അതെന്താ അമ്മയും കുഞ്ഞൂസും അച്ഛൻ്റെ സീറ്റിലിരിക്കുന്നുണ്ട്. ഞാൻ അമ്മേൻ്റെ സീറ്റിൽ. ഇവിടെ ആള് വരണത്ര കൊണ്ട് നമുക്ക് എങ്ങനെ ഇരിക്കാം. മറ്റേ KSRTC ബസ്സിൻ്റെ പോലെ ഉണ്ട് ഇതിൻ്റെ സീറ്റ് കാണാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിൻ കാണുന്നത് തന്നെ കേട്ടോ. ഗുഹ ഇഷ്ടപ്പെട്ടിട്ട, ബാക്കിലേക്ക് പോകുന്നതായോണ്ട് ഇവർക്കും ഇഷ്ടപ്പെട്ടിട്ട. ഫ്രണ്ട്സ്, ഞാൻ കുഞ്ഞൂസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നു. നമുക്ക് അടുത്തിരിക്കണം, പക്ഷെ രണ്ടാൾക്കും വിൻഡോ സീറ്റും വേണം. നമുക്ക് പകുതി ഇരിക്കാം. നല്ല രസമുണ്ട്. പക്ഷെ ഇനി ഫ്രണ്ടിലേക്ക് പോകുന്ന സീറ്റും കൂടി കിട്ടിയെങ്കിൽ പൊളിക്കില്ലേ. പ്രഭമാമൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്വന്തം വീട്ടിനാണ്. അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കോഴിക്കോട്. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 11:40. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലഞ്ചിൻ്റെ സമയമായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഹോട്ടലിൽ വന്നിട്ടാണുള്ളത്. ഇന്നത്തെ റിവ്യൂ ചെയ്യുന്ന ആള് പറ. എവിടെ പോകുന്നത് അമ്മ? കോഴിക്കോട്. എടാ ഒറ്റക്ക് പറ. നമ്മ കോഴിക്കോട് വന്ന പുതിയ ലുലുമാള് കാണാനാണ് ഗൈസ് പോകുന്നത്. അന്ന് നമ്മ പിന്നെ കൊച്ചി ലുലുമാളിൽ പോയരം മുതലിൽ നമ്മുടെ ആഗ്രഹം ഒന്നും കൂടി ലുലുമാളിൽ പോകണമെന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ തിരുവനന്തപുരം പോയി. പിന്നെ അപ്പോൾ ഇവിടെ പുതിയതായിട്ടാണ് കോഴിക്കോട് ലുലുമാളിൽ നമുക്ക് കാണാം. ഇനിയും ഉണ്ട് കേട്ടോ ഒരു കാര്യം കൂടി. നമ്മൾ തിരിച്ച് പോകുന്നത് കുറച്ചും കൂടി സ്പെഷ്യലായിട്ടാണ്. അതിനും കൂടി നമ്മൾ എക്സൈറ്റഡ് ആണ് തിരിച്ച് പോകാൻ. ഇല്ലാതെ കൊക്കം കോള വേണം. നോർമലായിട്ട് വരാം. ഫ്രണ്ട്സ്, നല്ല വെയിൽ. അവിടെ ഫ്രണ്ടിൽ നിർത്തിയാൽ 250 രൂപ ഫൈൻ എന്നിട്ട് അവർ നമ്മൾ ഇവിടെ
അങ്ങനെ ഫ്രണ്ട്സ് നമ്മ ലുലു മള്ളത്തി ഫ്രണ്ട്സിടെ ഭയങ്കര തിരക്കാണ്. അപ്പം ഇനി ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് എടുക്കൂല, എനിക്ക് വല്ല കാണാൻ വീഡിയോ എടുത്തുന്ന ഞാൻ വീഡിയോ എടുത്തുന്ന അടുത്തുണ്ടാവും. അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് കുഞ്ഞു ഫ്രണ്ട്സ് നമ്മ ഇടുന്ന ഫേസ് സ്കാനറിൻ്റെ 3-in-1 ഈ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തു കഴിച്ചു. ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വിടുന്നതുകൊണ്ട് ഞാൻ കളർ ഐലൈനർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ല, ഇതാ ഒരു ഗ്രീൻ കളർ, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വേറെ ജസ്റ്റ് വന്നിട്ട് ഇവിടെ ലിപ്സ്റ്റിക്ക് നോക്കിയാണ്. ഞാൻ ചെറുതായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കളർ ഐലൈനർ ഇട്ടു, ലിപ് ഗ്ലോസും ഇട്ടു. ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിനി, അത് ഞാൻ കളഞ്ഞിനി, പക്ഷെ ഞാൻ വീണ്ടും ഇട്ടു ഒന്ന് ഇടുന്നത്. ഫ്രണ്ട്സ് ഇപ്പം 1:41 സമയം. ഇവിടുന്ന് ടൈം പോയതേ അറിഞ്ഞിട്ടാ. അപ്പം നമ്മൾ എൻജോയ് കഴിച്ചു. നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലാണുള്ളത്. ഒന്ന് വാങ്ങിയിട്ട് നമുക്ക് ഫുഡ് കോർട്ട് പോയി ഇരുന്നിട്ട് തിന്നാം. കാണിച്ചത് ഇപ്പം നമ്മൾ വാങ്ങുന്നത് പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ 500 ഗ്രാം, പിന്നെ പുലാവ് വാങ്ങുന്നുണ്ട് 250 ഗ്രാം, പിന്നെ എല്ലാം വാങ്ങിയിട്ട് നമുക്ക് തിന്നുമ്പോൾ കാണിച്ചത്.